കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ PYQ അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് MBAയുടെ MMPC 003 ബിസിനസ് എൻവയോൺമെന്റിനെയാണ് നമ്മൾ PYQ അനാലിസിസ് നോക്കുന്നത്. അപ്പം അത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു PPTയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു PYQ അനാലിസിസ് ചെയ്തിരിക്കുന്ന MMPC 003 ബിസിനസ് എൻവയോൺമെന്റ് സിലബസ് കവറേജ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു PYQ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡേറ്റ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 2021 തൊട്ട് ഡിസംബർ 2023 വരെയുള്ള MMPC 003യുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ PYQ അനാലിസിസ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ ഓർഗനൈസേഷന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ സബ് യൂണിറ്റ്സും അതുപോലെ തന്നെ സിലബസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എവിടേക്കാണ് കവറേജസ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നതിൽ. സിലബസ് കവറേജ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റിൽ നിന്ന് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള പോർഷൻസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു നോക്കുകയാണെങ്കിൽ അതിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 2 എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള പോർഷൻസിൽ നിന്ന് യൂണിറ്റ് 2 നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് നാഷണൽ ഇൻകം ആൻഡ് ഇൻഫ്ലേഷൻ, ഈ രണ്ട് ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവറായി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കോ ലീഗൽ എൻവയോൺമെന്റ്, അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് പൊളിറ്റിക്കോ ലീഗൽ എൻവയോൺമെന്റിൽ നിന്നാണ്. അതുപോലെ യൂണിറ്റ് 4 ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറഞ്ഞ ടോപ്പിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 ഓവർവ്യൂ ഓഫ് ദ ഇന്ത്യൻ ഇക്കോണമി, അത് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 5 ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ദ ക്യാപിറ്റൽ ആൻഡ് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിനെ മണി മാർക്കറ്റിനെ വർക്കിംഗ്, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ യൂണിറ്റ് 6 നിന്ന് ഇൻഡസ്ട്രിയൽ പോളിസി ഫ്രെയിംവർക്കിനകത്തു നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസീസ് എന്തൊക്കെയാണോ അതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത്. ഇനി യൂണിറ്റ് 7 നോക്കുമ്പോൾ അഗ്രി ബിസിനസ് എൻവയോൺമെന്റ് ആണ്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് കീ പ്ലേയേഴ്സ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ, അഗ്രികൾച്ചർ സെക്ടറിലെ കീ പ്ലേയേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗിന്റെ റോളും ഇമ്പോർട്ടൻസും എന്തൊക്കെയാണ്, അതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 സ്ട്രക്ചറൽ റീഫോംസ് എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നിന്ന് നമുക്ക് യൂണിറ്റ് 8 ന്യൂ എക്കണോമിക് പോളിസിയുടെ പോർഷൻസിൽ നിന്ന് യൂണിറ്റിൽ നിന്ന് നമുക്ക് എക്കണോമിക് റിഫോംസ് 1991 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്കണോമിക് റിഫോംസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അതുപോലെ യൂണിറ്റ് 9 ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസ്ക്കൽ സെക്ടർ റിഫോംസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ നിന്നും ടാക്സ് റിഫോംസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 4
ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്. അതിൽ യൂണിറ്റ് 10 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലും അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് കണ്ടുവന്നിട്ടുള്ളത്. യൂണിറ്റ് 11 ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, അതിൽ നിന്നും ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, BOPയും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ആ ഒരു ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി യൂണിറ്റ് 12 ഫോറിൻ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ ട്രേഡിന്റെ നീഡ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ, അതുപോലെ തന്നെ ട്രേഡ് ബാരിയേഴ്സ്, ഈ ഏരിയാസിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 13 സോഴ്സസ് ഓഫ് ഗ്ലോബൽ ഫിനാൻസിംഗിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് ട്രേഡ് ഫിനാൻസിംഗിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 14 ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് ഇമ്പാക്ട് ഓഫ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഓൺ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് റീസെന്റ് ട്രെൻഡ്സ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കണ്ടുള്ളത്. അപ്പൊ ഇത്രയും നമ്മളുടെ ഓരോ യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ അതിനകത്ത് കാണിക്കണം, എക്സ്പ്ലനേഷൻസ് എഴുതണം. അതായത് ഇപ്പം നേച്ചർ ഓഫ് ദ ബിസിനസ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ റോൾ ഓഫ് RBI, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ അനലൈസിങ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളുടെ എക്സ്പ്ലനേഷൻസ് അതിനകത്ത് എഴുതണം. നെക്സ്റ്റ് വണ് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ചെറിയ ചെറിയ പോർഷൻസ് നമുക്ക് 5 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെറിയ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതുക. അതിൽ കൂടുതലും വന്ന് കണ്ടിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ, അതുപോലെ തന്നെ IMFന്റെ ഫംഗ്ഷൻസ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഫംഗ്ഷൻസ്, ADRs, GST, ഇതിനെ കുറിച്ചൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് വണ് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് കമ്പാരിസൺ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ, പൊളിറ്റിക്കോ ലീഗൽ എൻവയോൺമെന്റിന്റെ അനലൈസ്, ഇതൊക്കെയാണ് നമുക്ക് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന്റെ കമ്പാരിസൺ നടത്തുക, രണ്ട് ഏരിയാസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമുക്ക് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസിനകത്ത് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പം ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂഷ്വലി നമ്മളുടെ എക്സാംസിന് ചോദിക്കാറുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നമ്മളൊരു ട്രെൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ടോപ്പിക്, കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എല്ലാ തവണയും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. ഒന്ന് ബിസിനസ് എൻവയോൺമെന്റ്, CSR, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്, ഫോറിൻ ട്രേഡ്, ഈ ഏരിയാസിൽ നിന്നൊക്കെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട്, ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് എമേർജിംഗ് ട്രെൻഡ്സ്, ഇപ്പൊ റീസെന്റ് പേപ്പേഴ്സിലെ 2022, 2023 റീസെന്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആത്മനിർഭർ ഭാരത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, അതുപോലെ തന്നെ ട്രെൻഡ് ടുവേർഡ്സ് ഇൻകോർപ്പറേറ്റിംഗ് കറണ്ട് അഫയേഴ്സ്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, മോഡേൺ ടെക്നോളജിയെ കുറിച്ചൊക്കെ ഈ കുറച്ച് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022, 2023 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയാസിൽ നിന്നൊക്കെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട്. പിന്നെ നമ്മളൊരു കോർ ഫോക്കസ് ഏരിയ ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാക്രോ എക്കണോമിക് എൻവയോൺമെന്റ്, റെഗുലേറ്ററി ഫ്രെയിംവർക്സ്, ഫിനാൻഷ്യൽ സിസ്റ്റംസ്, ഇതെല്ലാം നമ്മൾ ഒരു കോർ ഫോക്കസ് കൊടുത്ത് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട്, ഈ ഏരിയാസിനൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്നൊരു കൺക്ലൂഷൻ ആയിട്ട് പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പറഞ്ഞതുപോലെ തന്നെ സിലബസിലെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്, ടെക്നോളജിക്കൽ ഇമ്പാക്ട്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു ഏരിയാസ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ നമ്മളുടെ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും, നമ്മളുടെ പല എക്സാംസിലായിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എവിടെയാണെന്നുള്ളത് നമ്മൾ ഈ
ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബ്ലോക്ക് 4 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത്. പല എക്സാംസിൽ ഇപ്പൊ ഡിസംബർ 2021 ടു ജൂൺ 2023 വരെ നടന്നിട്ടുള്ള എക്സാംസിന്റെയാണ് ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രാഫ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 ആണ്. അപ്പൊ ബ്ലോക്ക് 4 തന്നെയാണ് വെയിറ്റേജ് കൂടുതൽ. ആ ഒരു ഏരിയയിൽ നിന്ന് ബ്ലോക്ക് 4 നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അത് ബ്ലോക്ക് 4 നമ്മൾ എന്താ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോവുക. നെക്സ്റ്റ് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ പെർ ബ്ലോക്ക് ഓവർ മൾട്ടിപ്പിൾ എക്സാം. നമ്മളൊരു പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബ്ലോക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിലും നമുക്ക് ബ്ലോക്ക് 4 തന്നെയാണ് ഒരു പെർസെന്റേജ് കൂടുതലുള്ളത്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ പല എക്സാംസിലായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതും ഈ ഒരു ബ്ലോക്ക് 4 നിന്നാണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ എക്സാംസിനും ആവറേജ് ഒരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും ബ്ലോക്ക് 4 നിന്ന് ചോദിക്കാറുണ്ട്. കുറഞ്ഞത് ഒരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും ബ്ലോക്ക് 4 നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്കും ബ്ലോക്ക് 4 ആണ്. പിന്നെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റ് ആണ് ലോവസ്റ്റ് ഫ്രീക്വൻസി പറയുന്നത്. എങ്കിലും ലെസ് ദാൻ ഒരു 1 ക്വസ്റ്റ്യൻ എങ്കിലും പെർ എക്സാമിന് നമുക്ക് ചോദിക്കാറുണ്ട് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റിൽ നിന്ന്. അപ്പം അത് ലോ ഫ്രീക്വൻസി ആണ് എങ്കിലും നമ്മൾ ആ പോർഷൻസും കൂടെ കവർ ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ബ്ലോക്ക് 2 ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കോണമി, ബ്ലോക്ക് 3 സ്ട്രക്ചറൽ റിഫോംസ്. ഈ രണ്ട് ബ്ലോക്കിൽ നിന്ന് മോഡറേറ്റ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. എങ്കിലും ആവറേജ് ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും പെർ എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. മെയിൻ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് 1 കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്കാണ്. അത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക. പിന്നെ അതിനുശേഷം ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ആ ഒരു രീതിയിൽ നമ്മൾ മാക്സിമം പോർഷൻസ് കവർ ചെയ്ത് തന്നെ പോവുക. ഇനി ബ്ലോക്ക് 4 ഏറ്റവും കൂടുതൽ വേരിയബിലിറ്റി കാണിക്കുന്നത്. നമ്മുടെ എക്സാംസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ലോവർ വേരിയബിലിറ്റി ഉള്ളത്. ഇനി യൂണിറ്റ് വൈസ് നമ്മളൊരു വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ യൂണിറ്റ്. ഓരോ യൂണിറ്റിൽ നിന്ന് പല എക്സാംസിലായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഗ്രാഫിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പെർ യൂണിറ്റിലെ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഒരു ഗ്രാഫിനകത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഒരു ഹീറ്റ് മാപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഹീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഹീറ്റ് മാപ്പിനകത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഹൈ ഫ്രീക്വൻസി യൂണിറ്റ്സ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ള 2 യൂണിറ്റുകളാണ് യൂണിറ്റ് 9 ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസ്ക്കൽ സെക്ടർ റീഫോംസ്, അതുപോലെ തന്നെ യൂണിറ്റ് 10 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്തുനിന്ന് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആവറേജ് ഒരു 1 ക്വസ്റ്റ്യൻ എങ്കിലും പെർ എക്സാമിന് ഈ 2 യൂണിറ്റിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പം ഈ 2 യൂണിറ്റ്സ് നമ്മൾ ഹൈ ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ യൂണിറ്റ് 11 ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനകത്തുനിന്നും മിനിമം ഒരു 1 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ചോദിക്കാറുണ്ട്. സോ അതും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക. യൂണിറ്റ് 9 ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസ്ക്കൽ സെക്ടർ റീഫോംസ്, യൂണിറ്റ് 10 ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം, യൂണിറ്റ് 11 ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. അപ്പൊ അത് മൂന്നും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഹൈ ഫ്രീക്വൻസിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഇത് മൂന്നും. ഇനി ഒരു മോഡറേറ്റ് ഫ്രീക്വൻസി എന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതല്ല എങ്കിലും ചോദിച്ച് കാണാറുള്ള 2-3 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റ്, യൂണിറ്റ് 5 ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, യൂണിറ്റ് 7 അഗ്രി ബിസിനസ് എൻവയോൺമെന്റ്, യൂണിറ്റ് 8 ന്യൂ എക്കണോമിക് പോളിസി, അതുപോലെ തന്നെ യൂണിറ്റ് 13 സോഴ്സസ് ഓഫ് ഗ്ലോബൽ ഫിനാൻസിങ്. ഇത്രയും യൂണിറ്റ്സിൽ നിന്നൊരു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഫ്രീക്വൻസിയിൽ ഈ പറഞ്ഞ യൂണിറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി ലോ ഫ്രീക്വൻസിയിലേക്ക് അധികം ചോദ്യങ്ങൾ അധികം കണ്ടുവരാത്ത അല്ലെങ്കിൽ ഒരു ലോ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 3 സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കോ ലീഗൽ എൻവയോൺമെന്റ്, യൂണിറ്റ് 4 ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ യൂണിറ്റ് 14 ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ഇതിൽ 3 നിന്നുമാണ് നമുക്ക് അങ്ങനെ ലോ ഫ്രീക്വൻസിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്.
അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഈ യൂണിറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ നോ വേരിയബിലിറ്റി, പ്രത്യേകിച്ച് വേരിയബിലിറ്റി ഒന്നും ഇല്ലാതെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ എക്സാമിനും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് യൂണിറ്റ് 11 ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ടും കാണും. അതുപോലെ തന്നെ ഹൈ വേരിയബിലിറ്റി, ചിലപ്പോൾ വേരിയേഷൻസ് ഒക്കെ വരാൻ ചാൻസസ് ഉള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവയോൺമെന്റ്. അതിനകത്ത് ഒരു ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. ഹൈ വേരിയബിലിറ്റി ഉള്ള ഒരു യൂണിറ്റും ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ടോപ്പിക് ഓവർ മൾട്ടിപ്പിൾ എക്സാംസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വന്ന് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഗ്രാഫിനകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഒരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെയും ഒരു ഹീറ്റ് മാപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ബാലൻസ് ഓഫ് ട്രേഡ്സ്. ഇതിനകത്തുനിന്ന് ഷുവർ ആയിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സും അതുപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ്. അതുപോലെ നെക്സ്റ്റ് വണ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്. ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസിനകത്തുനിന്ന് ഷുവർ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ IMF പോളിസീസ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ പോളിസീസ്, ട്രേഡ് ഫിനാൻസിങ്, ഈ ഏരിയാസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ടോപ്പിക്സിൽ നിന്ന് ഹയർ വേരിയബിലിറ്റി ആണ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമുണ്ട്. നെക്സ്റ്റ് ലെസ് ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ, അധികം ചോദിച്ചു കണ്ടിട്ടില്ലാത്ത എന്നാൽ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, ബേസിക് പ്രപ്പോസിഷൻസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ കമ്പോണൻസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ ഫാക്ടേഴ്സ്, CSR ആക്ടിവിറ്റീസ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആക്ടിവിറ്റീസ്, ക്യാപിറ്റൽ മാർക്കറ്റ്, എക്കണോമിക് റീഫോംസ്, 1991, എൻവയോൺമെന്റൽ അനാലിസിസ്, FDI, FPI. ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ ECBCs, ഇതിൽ നിന്നൊക്കെ നമുക്ക് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പിന്നെ നോ ക്വസ്റ്റ്യൻസ് ഓൺ സർട്ടൺ ടോപ്പിക്സ്, പ്രത്യേകിച്ച് സർട്ടൺ ടോപ്പിക്സിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വരാറില്ലാത്ത അങ്ങനെ ടോപ്പിക്സ് ഒന്നുമില്ല. എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് എക്സാംസിന് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജസ്റ്റ് വായിച്ചു വിട്ടിട്ടെങ്കിലും നിങ്ങൾ പോയി എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഇനി ഹൈ വേരിയബിലിറ്റി ഇൻ സർട്ടൺ ടോപ്പിക്സ്, ഒരു ഹൈ വേരിയബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ബാലൻസ് ഓഫ് ട്രേഡ്, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്, IMF പോളിസീസ്, അതുപോലെ തന്നെ ട്രേഡ് ഫിനാൻസിങ്, ഇത്രയും ടോപ്പിക്സിനാണ് ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എക്സാംസിന് കൂടുതൽ വേരിയബിൾ ആയിട്ട് ഈ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് പോകാറുണ്ട്. ഇനി നമ്മൾ ആവറേജ് മാർക്ക് പെർ ടോപ്പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൾട്ടിപ്പിൾ എക്സാംസിൽ നമ്മുടെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് മാർക്ക് ഓരോ ടോപ്പിക്കിന് നമ്മുടെ കൊടുത്തിട്ടുള്ള ആവറേജ് മാർക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഈ ഒരു ഗ്രാഫ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വണ് ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ യൂണിറ്റ്, ഓരോ യൂണിറ്റിനും എത്ര ശതമാനം മാർക്സ് ആണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ എത്ര ശതമാനം മാർക്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഗ്രാഫിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്കിനകത്ത് ഏതൊക്കെ ബ്ലോക്കിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ബ്ലോക്ക് 4ലേക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലോക്കിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഹൈ മാർക്ക് അലോക്കേഷൻ ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ മാർക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IMF പോളിസീസ്, BOP ആൻഡ് സെൻട്രൽ ബാങ്ക്, IMF ഫംഗ്ഷൻസ്, ഇതിനായിരിക്കും ഹയസ്റ്റ് ആവറേജ് മാർക്സ് വരുന്നത്. 2.778 ആണ് ആവറേജ് മാർക്സ് വരുന്നത്. ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അതിനകത്തായിരിക്കും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നത്. നെക്സ്റ്റ് വണ് മോഡറേറ്റ് മാർക്ക് അലോക്കേഷൻ ടോപ്പിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ട് ഹൈയും അല്ല ലോവും അല്ല ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നരസിംഹം കമ്മിറ്റി, ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, കീ പ്ലേയേഴ്സ് ഇൻ അഗ്രികൾച്ചർ, ഈ ടോപ്പിക്സിനും ഒരു ആവറേജ് മാർക്ക് ഒരു അറൌണ്ട് ഒരു 1.667 to 2.222 വരെ നമുക്ക് ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും മാർക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ലോ മാർക്ക് അലോക്കേഷൻ അറൌണ്ട് ഒരു 0.556 നിൽക്കുന്ന രീതിയിൽ ഒരു മാർക്ക് അലോക്കേഷൻ കൊടുക്കുന്നത് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലേഷൻ, ട്രേഡ് ഫിനാൻസിങ്, ഈ 3 ടോപ്പിക്സിനായിരിക്കും അല്ലെങ്കിൽ ഈ 4 ടോപ്പിക്സിനാണ് ലോ മാർക്ക് അലോക്കേഷൻ കൊടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹൈ മാർക്ക് അലോക്കേഷൻ ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ
കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഏത് ടോപ്പിക്സിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ്, ഏത് ടോപ്പിക്സിനാണോ കൂടുതൽ മാർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ആ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന യൂണിറ്റ്സ് നമ്മൾ കവർ ചെയ്ത് പോവുക, ആ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് പോവുക. പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ടോപ്പിക്സും പഠിക്കുന്നതിനും ഓരോ യൂണിറ്റ്സ് പഠിക്കുന്നതിനും നമ്മളൊരു ടൈം അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോവുക. നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഇയേഴ്സിലെ ഏതൊക്കെ ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡിസംബർ 2021, ജൂൺ 22, ഡിസംബർ 22, ജൂൺ 23, ഡിസംബർ 23 അതിലൊക്കെ ചോദിച്ചിട്ടുള്ള വീണ്ടും നമ്മൾ പറഞ്ഞ സെയിം ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. ബേസിക് പ്രപ്പോസിഷൻസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് സെൻട്രൽ ബാങ്ക്, ക്യാപിറ്റൽ മാർക്കറ്റ്, എക്കണോമിക് റിഫോംസ് 1991, എൻവയോൺമെന്റൽ അനാലിസിസ്, FDI, FPI, ECBs, farm policies and reforms, financial sector reforms, IMF functions, IMF policies, key players in agriculture, money market, Narasimham committee, national income estimation, new economic policy changes, recent trends in India's foreign trade, state specific industrial policies, technological environment, trade barriers. ഇത്രയുമാണ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഓരോ വർഷങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രെഡിക്റ്റീവ് ടോപ്പിക്സ്, നമുക്കിനി നെക്സ്റ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഷുവർ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇന്ന് സെൻട്രൽ ബാങ്കിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ IMF പോളിസീസ്, IMF ഫങ്ഷൻസ്, നരസിംഹം കമ്മിറ്റി, ക്യാപിറ്റൽ മാർക്കറ്റ്, ഈ ഒരു ഏരിയാസിൽ നിന്ന്, ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് എന്തായാലും ഷുവർ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്സ് വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എക്സാമിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാർക്സ് സ്കോർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രെഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ്, നമുക്കിനി വരാനിരിക്കുന്ന എക്സാംസിന്റെ പ്രെഡിക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ഓഫ് ചാൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം തന്നെ ഒന്ന് BOP ആൻഡ് BOT, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്, അല്ലെങ്കിൽ ബ്ലോക്ക് 4 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡിൽ നിന്നും വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ അതിൽ നിന്ന് ടോപ്പിക്സ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ യൂണിറ്റ് 11 ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്, സ്ട്രക്ചറൽ റീഫോംസ്, ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസ്ക്കൽ സെക്ടർ റീഫോംസ്, IMF പോളിസീസ്, ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം, പിന്നെ ട്രേഡ് ഫിനാൻസിങ് ബ്ലോക്ക് 4 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിലെ യൂണിറ്റ് 13 സോഴ്സസ് ഓഫ് ഗ്ലോബൽ ഫിനാൻസിങ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ടോപ്പിക് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻസിനകത്ത് വരാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെയാണ്. ഇനി നമ്മളൊരു നമ്മുടെ ലേണേഴ്സിനോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് ഈ പറഞ്ഞ ഒരു ഗൈഡിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, MMPC 003 ബിസിനസ് എൻവയോൺമെന്റ് എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്യുക. ആ ഐഡന്റിഫൈ നമ്മൾ കീ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഏരിയാസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു തന്നെ പോവുക. അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു, ആ ടോപ്പിക്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഒരു റുട്ടീൻ ഫോളോ അപ്പ്, ഒരു റുട്ടീനായിട്ട് നിങ്ങൾ സ്റ്റഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാർക്ക് സ്കോർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സെയിം തന്നെ നമ്മൾ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ്, കീ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ് പറയുന്നത്. ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിലാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ബാലൻസ് ഓഫ് ട്രേഡ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പല എക്സാംസിനും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ബാലൻസ് ഓഫ് ട്രേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്, നമ്മുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസ്ക്കൽ സെക്ടർ റീഫോംസിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. സോ അതും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. നെക്സ്റ്റ് IMF പോളിസീസ്, ബ്ലോക്ക് 4 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിലെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റിലെ IMF പോളിസീസിൽ നിന്നും റെഗുലർലി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സാംസിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അതും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ട്രേഡ് ഫിനാൻസിങ് ബ്ലോക്ക് 4 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിലെ യൂണിറ്റ് 13 സോഴ്സസ് ഓഫ് ഗ്ലോബൽ ഫിനാൻസിങ്ങിലെ ട്രേഡ് ഫിനാൻസിങ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. അതും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ
നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ബ്ലോക്ക് 3 സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറയുന്ന ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസിക്കൽ സെക്ടർ റിഫോംസിലെയാണ് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അത് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എക്സാംസിന് ചോദിക്കാറുണ്ട് ബാങ്കിങ് സെക്ടറിനെ കുറിച്ച്. അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് നരസിംഹം കമ്മിറ്റിയുടെ കാര്യങ്ങളും അതിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് കീ പ്ലെയേഴ്സ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ബ്ലോക്ക് 2 ഓവർവ്യൂ ഓഫ് ദ ഇന്ത്യൻ എക്കോണമിയിലെ അഗ്രി ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അതും നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ബ്ലോക്ക് 4 ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ബ്ലോക്ക് 4 ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആൻഡ് ഇമ്പാക്ട് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റിലെ ആ ഒരു ഏരിയയും നിങ്ങൾ പഠിച്ചു പോവുക. നെക്സ്റ്റ് വൺ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ബ്ലോക്ക് 2 ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കോണമിയുടെ ഇൻഡസ്ട്രിയൽ പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ യൂണിറ്റിലെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളിലൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമ്മൾ സ്റ്റഡി ടിപ്സ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ മുമ്പോട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുമ്പോഴത്തേക്കിനുള്ള ടിപ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വേണം പ്രയോറിറ്റൈസ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ്. നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് ഹൈ ഫ്രീക്വൻസി ഉള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ബാലൻസ് ഓഫ് ട്രേഡ്സ്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, IMF പോളിസീസ്, ട്രേഡ് ഫിനാൻസിങ്, ഇതിനെല്ലാം നമുക്ക് എന്താ ഈ പല പല എക്സാംസിലായിട്ട് ചോദിച്ചു വന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഒരു ഹൈ പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിച്ചു പോവുക. നെക്സ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡ് കീ കോൺസെപ്റ്റ്. നമ്മളുടെ ഓരോ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ഹൈ പ്രയോറിറ്റി ഉള്ളതെന്നുള്ളതും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു കീ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോവുക. നെക്സ്റ്റ് റിവ്യൂ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ്. നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുക, അത് ഫെമിലിയറൈസ് ചെയ്യുക, അതിലെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അതുപോലെ ടോപ്പിക്സ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഫോക്കസ് ഓൺ ആപ്ലിക്കേഷൻ. നമ്മൾ ചുമ്മാതെ കോൺസെപ്റ്റ്സ് മാത്രം പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല, പ്രാക്ടിക്കലി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന്, തിയറട്ടിക്കൽ നോളജ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ നെക്സ്റ്റ് വൺ ആണ് സ്റ്റേ അപ്ഡേറ്റഡ്. അതായത് നമുക്കിപ്പം റീസെന്റ് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ റീസെന്റ് ഡെവലപ്മെന്റ്സ് വരുന്നതിലെല്ലാം നമ്മൾ എന്തായിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോ പോളിസി ചേഞ്ചസോ ഒക്കെ വരുന്നതിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നെക്സ്റ്റ് ഓർഗനൈസ് യുവർ സ്റ്റഡി ഷെഡ്യൂൾ. നമ്മുടെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും വരുത്താതെ ഓർഗനൈസ് ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യൂട്ടിലൈസ് മൾട്ടിപ്പിൾ റിസോഴ്സസ്. അതായത് നമുക്കിപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസിലുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ അക്കാഡമിക് ജേർണൽസ്, ന്യൂസ് ആർട്ടിക്കിൾസ്, ഓൺലൈൻ ലെക്ചേഴ്സിൽ നിന്നൊക്കെ നമുക്ക് ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്ന പോകുന്ന ഏരിയാസിൽ നിന്നൊക്കെ നമുക്ക് കണ്ടന്റ്സ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം ആ റിസോഴ്സസ് ഒക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇത് മെയിൻ ആയിട്ട് നമ്മളുടെ എക്സാംസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ അപ്കമിങ് എക്സാം ഒക്കെ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇഗ്നോയുടെ MMPC 003 ബിസിനസ് എൻവയോൺമെന്റ് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ജൂൺ 2024 എക്സാമിനേഷനിലെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം. ടൈം വരുന്നത് 3 hours ആണ്. മാക്സിമം മാർക്സ് വരുന്നത് 100 ആണ്. സോ നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചിരിക്കുക. 3 മണിക്കൂറേ നമുക്ക് സമയമുള്ളൂ. നമുക്ക് പ്രോബ്ലം പേപ്പർ അല്ല, തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. മാക്സിമം മാർക്സ് 100 മാർക്സ് ആണ്. ആ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ഓഫ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഹൗ ഡസ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ദ പെർഫോമൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഡിസ്കസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പൊ ഡിസ്ക്രൈബ് ചെയ്യുക ബിസിനസ് എൻവയോൺമെന്റ് നേച്ചർ, സ്കോപ്പ്, അതുപോലെ തന്നെ എക്സ്റ്റേണലി എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് ബി പാർട്ട് കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ അനാലിസിസ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ബിസിനസിന്റെ
ഡിസിഷൻ മേക്കിങ്ങിൽ എൻവയോൺമെന്റൽ അനാലിസിസിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 2 രണ്ടെണ്ണമാണ് വരുന്നത്. എ പാർട്ടിൽ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ടേം ബിസിനസ് എത്തിക്സ്, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഫോർ ബിസിനസ് വിത്ത് റെലവന്റ് എക്സാമ്പിൾസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെലവന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുത്ത് തന്നെ അത് എന്ത് ചെയ്യുക, അത് വിശദീകരണം കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത് എഴുതിയിട്ട് അതിന്റെ റെലവന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും കൂടെ കൊടുക്കുക. നെക്സ്റ്റ് ബി ഹൈലൈറ്റ് സം ഓഫ് ദ കീ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇനീഷ്യേറ്റീവ്സ് അണ്ടർടേക്കൺ ബൈ ഇന്ത്യൻ കമ്പനീസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡ്രൈവ്സ് ബിഹൈൻഡ് ദീസ് ഇനീഷ്യേറ്റീവ്സ്. നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അണ്ടർടേക്ക് ചെയ്തിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളതും അതിന് അവരെ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഡിസ്കസ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹൗ ഡോസ് ദീസ് ഫങ്ഷൻസ് കോൺട്രിബ്യൂട്ട്സ് ടു ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. നമ്മളുടെ മേജർ ഫങ്ഷൻസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് കോൺട്രിബ്യൂഷൻസ് നൽകുന്നതെന്നുള്ളത്. ബി പാർട്ടിൽ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് ബി പാർട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ 5 ഡിസ്ക്രൈബ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991, ക്രിട്ടിക്കലി അനലൈസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ ഇന്ത്യൻ എക്കോണമി. 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് അനലൈസ് ചെയ്യാന്നുള്ളതാണ്. ബി പാർട്ടിൽ എക്സാമിൻ ദ സ്റ്റേറ്റ് സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ പോളിസീസ് ആൻഡ് ഡിസ്കസ് ദെയർ ഇമ്പോർട്ടൻസ് ഇൻ പ്രൊമോട്ടിംഗ് റീജിയണൽ എക്കണോമിക് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളതും അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 ഡിസ്കസ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിംഗ് സെക്ടർ റീഫോംസ്, ഹൗ ഹാവ് ദീസ് റീഫോംസ് ഇൻഫ്ലുവൻസ് ദ ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നരസിംഹം കമ്മിറ്റിയിൽ ബാങ്കിംഗ് സെക്ടർ റീഫോംസിൽ കൊണ്ടുവന്നിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതെങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അനലൈസ് ദ ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് അണ്ടർടേക്കൺ ഇൻ ഇന്ത്യ സിൻസ് 1991 ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ ദ ഇക്കോണമി. ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസിനെ അനലൈസ് ചെയ്തിട്ട് ഇക്കോണമിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്ട് എന്തൊക്കെയാണെന്നുള്ളത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, വാട്ട് ആർ ദ മേജർ കമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, വെൻ ഈസ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് സെറ്റ് ടു ബി ഇക്വിലിബ്രിയം. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക, അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത് ഏത് സമയത്താണെന്നുള്ളത് കൊടുക്കുക. അത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് ദ സെൻട്രൽ ബാങ്ക്. ബാലൻസ് ഓഫ് പേയ്മെന്റ്സും സെൻട്രൽ ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ need for foreign trade and discuss the advantages and disadvantages associated with it, highlight the recent trends in India's foreign trade. നമ്മുടെ foreign trade ന്റെ advantages, disadvantages, അതുപോലെ തന്നെ recent trends. Next, discuss the principal means of trade financing and explain their significance in international trade. നമ്മളുടെ trade financing ന്റെ principal means എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ significance എന്താണെന്നുള്ളതുമാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഇനി question number 8, write short notes on the following. അതിൽ ഫസ്റ്റ് വൺ IMF policies and their impact on global financial stability. അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിൽ കീ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്താണ്, അതെങ്ങനെയാണ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത്, ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസ്ക്കൽ സെക്ടർ റീഫോംസ് അണ്ടർടേക്കൺ ഇൻ ഇന്ത്യയിൽ പ്രിവൈലിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഫിസ്ക്കൽ സെക്ടർ റീഫോംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്സ് അതുപോലെ തന്നെ ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു PYQ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്ത് വന്നിട്ടുള്ളതാണെങ്കിലും വെയിറ്റേജ് അനാലിസിസ് ഉള്ള അല്ലെങ്കിൽ മാർക്ക് അനാലിസിസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതും ബ്ലോക്ക് 4-നാണ്. അപ്പോൾ ബ്ലോക്ക് 4 നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. അതിൽ നിന്ന് ഷുവർ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ടോപ്പിക്സുകളൊക്കെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹൈ പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിച്ചു പോവുക. പിന്നെ ടൈം മാനേജ് ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ PYQ അനാലിസിസിനകത്ത് വരുന്നത്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്
മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.